ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നും ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് എത്തിയിട്ടുള്ളത്. മുഹറം 10 വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിരിയാണി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിലേക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം വൃത്തിയായി മുറിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. അങ്ങനെ ബിരിയാണിക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ചും കറിവേപ്പിൻ്റെ ഇല, ചപ്പും പുതിന, തക്കാളി എന്നിവയെല്ലാം റെഡിയാക്കി. അപ്പോഴേക്കും ബീഫ് വരട്ടാനുള്ള മസാല ഉമ്മ റെഡിയാക്കുകയാണ്. കുക്കറിലേക്ക് കഴുകി വെച്ച ബീഫ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എന്നിവയെല്ലാം ഇട്ട് നല്ലോണം കുഴച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ അടുപ്പത്ത് വയ്ക്കുക. അഞ്ചാറ് വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറന്നു നോക്കിയപ്പോൾ ഇറച്ചി കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാം വട്ടവും കുക്കർ മൂടി വിസിലടിക്കാനായി വെച്ചു. ചിക്കൻ പൊരിച്ചാണ് ബിരിയാണി വെക്കുന്നത്. അതിനായി ചിക്കൻ കഴുകി വൃത്തിയായി മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും ബിരിയാണിയിലേക്ക് ആവശ്യമായ മസാലകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ചിക്കൻ പൊരിക്കാനും അതിനിടയിൽ വച്ചു. ഉണ്ടാക്കിയ മസാലയെല്ലാം ഒരു ചെമ്പിലേക്കാക്കി ചിക്കൻ പൊരിച്ചാണ് ബിരിയാണി വെക്കുന്നത്. അതുകൊണ്ട് മസാലയിലേക്ക് പൊരിച്ച ചിക്കൻ എല്ലാം എണ്ണയും അല്പം ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തു. അരി വേവിച്ച് മസാലൻ്റെ മുകളിലേക്കിട്ട് ബിരിയാണി മസാലയും എല്ലാം ഇട്ട് ദമ്മ് ചെയ്യാൻ വെച്ചു. ഒരു ഇറച്ചി കേക്ക് കൂടി ഉണ്ടാക്കിയാലോ? മിക്സിയിൽ അടിച്ച് വെച്ച മുട്ട ഒരു പാത്രത്തിലേക്കാക്കുക. എന്നിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇറച്ചി എല്ലാം ചേർത്ത മസാല ഈ മുട്ടയിലേക്ക് നല്ലോണം മിക്സ് ചെയ്യുക. സാധാരണ പോലെ തന്നെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണയൊഴിച്ച് ഈ മസാലയും പാർന്ന് നമുക്ക് മൂടി വെക്കാം. തീ സിമ്മിലാണ് ഇട്ടത് കേട്ടോ. അപ്പോഴേക്കും തരി റെഡിയായിരുന്നു. കൂടാതെ അതിൻ്റെ കൂടെ ജ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കെല്ലാം ഒരുവിധം റെഡിയായി. ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നു. ബിരിയാണി എല്ലാം ദം പൊട്ടിച്ച് തുറന്ന് സർവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചു. അൽഹംദുലില്ലാ റാഹത്തായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതി അറിയിക്കാൻ മറക്കരുതേ. ബൈ.